ആത്മീയ ചൂഷണ കേന്ദ്രം എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി തന്നെ അമൃതാനന്ദ മഠത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പീപ്പിൾസ് ഡെമോക്രസിയിൽ ലേഖനമൊക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഒടുവിൽ നമ്മുടെ ഓർമ്മയിലുള്ള ഏറ്റവും ഒടുവിലെ കാര്യം 2014 ഗെയിൽ ട്രെഡ്വെല്ലിൻ്റെ ആത്മകഥ പുറത്തിറങ്ങിയ സമയം ഹോളി ഹെൽ എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അവർ ആത്മകഥ പുറത്തിറങ്ങുന്നത് തന്നെ വാർത്ത ചെയ്യാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിച്ചു നിന്നൊരു സമയമാണ്. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആത്മകഥയെക്കുറിച്ചൊരു വാർത്ത പോലും കൊടുത്തിട്ടില്ല. അതിഗുരുതരമായ ആരോപണമാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, അവർ തന്നെ ഈ ഗെയിൽ ട്രെഡ്വെൽ തന്നെ പറയുന്നു, ഞാൻ 19 വർഷത്തോളം ആശ്രമത്തിനകത്ത് റേപ്പിനിരയായി. അപ്പോൾ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനായ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വരാറുണ്ട്, അദ്ദേഹം കരുനാഗപ്പള്ളി പോലീസിലൊരു കേസ് കൊടുത്തു. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. ഒരു സ്ത്രീ താൻ റേപ്പ് ചെയ്യപ്പെട്ടു 19 വർഷം എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു, പോലീസ് കേസെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു. തൊട്ടുടനെ എറണാകുളം സ്വദേശിയായ മറ്റൊരാൾ ഒരു കേസും തിരിച്ചു കൊടുത്തു. ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ, അന്ന് വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ടർ ചാനൽ, മീഡിയ വൺ, മാധ്യമം പത്രം, അങ്ങനെ കുറച്ച് മാധ്യമങ്ങൾക്കെതിരെയാണ് ആ കേസുണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, അന്ന് ഉമ്മൻചാണ്ടിയാണ് ഭരിക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് കൊടുത്ത ഒരു പരാതി ഉണ്ടല്ലോ, ഇതിൽ കോഗ്നിസബിൾ, അയാൾക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അദ്ദേഹം പിന്നെ സുപ്രീം കോടതി വരെ പോയി, പക്ഷേ സുപ്രീം കോടതി വരെ പോയിട്ടും കാര്യം നടന്നില്ല. കേസെടുക്കാത്തത് കോട്ടലക്ഷ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി അദ്ദേഹം റീഡയറക്റ്റ് ചെയ്തു, മറ്റേതെങ്കിലും കീഴ്ക്കോടതിയിൽ പൊക്കോളൂ റീഡയറക്റ്റ് ചെയ്യണം ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് CPM-ൻ്റെ ചാനലായ കൈരളി ചാനലിൻ്റെ അന്നത്തെ എഡിറ്ററും ഇപ്പോൾ രാജ്യസഭാ MP-യുമായ ജോൺ ബ്രിട്ടാസ് ന്യൂയോർക്ക് വരെ യാത്ര ചെയ്ത് ഗെയിൽ ട്രെഡ്വെല്ലിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് VS അച്യുതാനന്ദൻ അതിശക്തമായൊരു നിലപാട് സ്വീകരിച്ചു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആത്മീയ നേതാവാണ് അവർ ധാരാളം അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ അമൃതാനന്ദമയിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇവർ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആത്മീയ നേതാവാണ്. അവരുടെ ആ പശ്ചാത്തലം മറന്നുകൊണ്ട് അവർ ആയിരക്കണക്കിന് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്കും നൊമ്പരം അനുഭവിക്കുന്നവർക്കും ആശ്വാസമേകുന്ന ഒരാളാണ്. അവരെ ആക്രമിക്കുന്നത് അവരുടെ പശ്ചാത്തലത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് അത് അതിശക്തമായ ഡിഫൻസിൽ അദ്ദേഹം വരികയും വളരെ പെട്ടെന്ന് പൊടുന്നനെ CPM-ൻ്റെ ആ ഒരു എതിർപ്പ്, അമൃതാനന്ദമഠത്തോടുള്ള പരസ്യമായ എതിർപ്പ് ഇല്ലാതാവുകയും ചെയ്തു. പിന്നീട് നമുക്ക് കാണുന്നത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അമൃതാനന്ദമയി മഠത്തോട് അങ്ങനെ എന്തെങ്കിലും എതിർപ്പ് സർക്കാരോ പാർട്ടിയോ സ്വീകരിച്ചാൽ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നടത്തുന്ന ഈ ഒരു എക്സസൈസ്, നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശനെ വാഹനത്തിലെത്തി അയ്യപ്പധർമ്മ സംഗമത്തിന് കൊണ്ടുപോകുന്നു, NSS-ഉമായി കൈകോർക്കുന്നു, അമൃതാനന്ദമയിയെ ആശ്ലേഷിക്കുന്നു. ഈ 3 കാര്യങ്ങൾ പാർട്ടി വിശദീകരിക്കുക, പാർട്ടി പ്രതിനിധികൾ വിശദീകരിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ BJP-യിലേക്ക് ഒഴുകിപ്പോയ പാർട്ടി വോട്ടുകൾ തടഞ്ഞു നിർത്തുക, തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിശദീകരണത്തിൽ നിന്ന്. അവിടെ എനിക്ക് ഒരു സംശയം ഇതാണ്, എന്തുകൊണ്ടാണ് പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിപ്പോയത് എന്ന് CPM പരിശോധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്താണ്? അത് BJP നല്ല ഭരണം ഇന്ത്യ മൊത്തം കാഴ്ചവെക്കുന്നതുകൊണ്ടാണോ? കേരളത്തിൽ BJP-യുടെ പ്രകടനം നല്ലതാണോ? അതുകൊണ്ടാണോ ഈ പാർട്ടി വോട്ടുകൾ അങ്ങോട്ട് പോയത്? അതല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ? ഈ പാർട്ടി വോട്ടുകൾ, ഈ വോട്ട് ബാങ്ക് ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടതുകൊണ്ടാണോ ഒഴുകിപ്പോയത്? അതല്ല, കഴിഞ്ഞൊരു 10-15 വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന വെറുപ്പിൻ്റെ പ്രസാരണം, സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള വെറുപ്പിൻ്റെ പ്രസാരണം ഈ വോട്ട് ബാങ്കുകളെ സ്വാധീനിച്ചോ? ആ വെറുപ്പിൻ്റെ പ്രസാരണം കൊണ്ടാണ് ഈ വോട്ട് ബാങ്കുകൾ ഒഴുകിപ്പോയത്? ഈ 3 കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് ഒഴുകിപ്പോയതെന്ന് കണ്ടാലാണുള്ളത് തിരികെ കൊണ്ടുവരാൻ കഴിയുക. അത് ഇനി അതല്ല, BJP മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു കരിസ്മാറ്റിക് അപ്പിയറൻസിൽ അങ്ങോട്ട് ആകൃഷ്ടരായി പോയതാണോ? അതല്ല ഇവരുടെ ഐഡിയോളജി തന്നെ മാറിപ്പോയിട്ടുണ്ടോ? ആളുടെ തോട്ട് പ്രോസസ് മാറ്റിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു പുതിയ എക്സസൈസിലൂടെ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമമെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ NSS-ഉമായി CPM-ന് ഇണങ്ങിയും പിണങ്ങിയുമുള്ള ബന്ധമാണ്. ഞാൻ മുമ്പ് ഇവിടെ വിശദീകരിച്ചിരുന്നു. അതായത് ഇപ്പോൾ UDF സമുദായ സംഘടനകളെ പ്രീണിപ്പിക്കുന്ന ഒരു മുന്നണി തന്നെയാണ്. അവർ സമുദായങ്ങൾക്കെതിരെയോ മതസംഘടനകൾക്കെതിരെയോ എതിരായിട്ടുള്ളൊരു കാര്യം പറയില്ല. അതിനിപ്പോൾ എന്തെല്ലാം പ്രശ്നമാണെങ്കിലും, ഇപ്പോൾ CPM അമൃതാനന്ദമയിക്കെതിരെ സ്വീകരിച്ചൊരു നിലപാട് ഒരിക്കലും UDF-ൽ നിന്നുണ്ടാവില്ല. UDF-ൻ്റെ പോലീസ് സ്വീകരിച്ച സമീപനമാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം അവർക്ക് പരസ്യമായി അവരെ പിന്തുണയ്ക്കുന്ന, ഉദാഹരണത്തിന് ഇപ്പോൾ NSS-ന് ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി വെറുതെ എഴുതി കൊടുക്കുന്നു. SNDP-ക്ക് വാഗമണിൽ 25 ഏക്കർ ഭൂമി എഴുതി കൊടുക്കുന്നു. അങ്ങനെ കോളേജുകൾ അനുവദിക്കുന്നു, സ്കൂളുകൾ അനുവദിക്കുന്നു. അങ്ങനെ ദ്രവ്യപ്രധാനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ സമുദായങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് UDF-ൻ്റെ നയം. അതേസമയം LDF എന്താ ചെയ്യുക? LDF വളരെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാവുന്ന രീതിയിൽ അവരാവശ്യപ്പെടാതെ തന്നെ ആ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാവുന്ന
ഭരണപരമായ നയങ്ങൾ സ്വീകരിക്കുന്നു. അത് ഭൂപരിഷ്കരണം മുതൽ മുന്നോക്ക സംവരണം വരെ സെയിം പാറ്റേണാണ് CPM-ഉം LDF-ഉം സ്വീകരിക്കുക. മുന്നോക്ക സംവരണം ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടല്ല CPM നടപ്പാക്കിയത്. ആവശ്യപ്പെടാതെ തന്നെ നടപ്പാക്കിയിട്ട് ധൈര്യമുണ്ടോ നടപ്പാക്കാൻ എന്ന് വെല്ലുവിളിക്കുകയാണ് BJP-യെ കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചിട്ട് നയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ വോട്ട് ബാങ്കിനെ തങ്ങളോടൊപ്പം നിർത്താൻ, അതായത് ഈ മുന്നാക്ക വോട്ട് ബാങ്കുകളെ തങ്ങളോടൊപ്പം നിർത്താൻ CPM-ന് കഴിഞ്ഞിരുന്നു. പിന്നാക്ക വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ SNDP പ്രതിനിധീകരിക്കുന്ന സമുദായത്തെ സംബന്ധിച്ചാണെങ്കിൽ ആ സമുദായത്തിന് അനുഗുണമായ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ പ്രകടനപരം എന്ന് തോന്നുന്ന രീതിയിൽ LDF ചെയ്യില്ല. പകരം അവർ ചെയ്യുന്നത് മൊത്തം പിന്നോക്ക വിഭാഗങ്ങളെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരെ, അധ്വാന വർഗത്തെ സ്വാധീനിക്കുന്ന നയങ്ങൾ നടപ്പാക്കും. അതിന് തൊഴിലാളി വർഗ നയങ്ങൾ എന്ന് പറയാൻ പറ്റും. അതെല്ലാവരെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. അതേസമയം ഈ മുന്നോക്ക വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുക ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് മാതൃകയിലുള്ള ഭരണപരമായ നയങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യുക. അത് ഭൂപരിഷ്കരണത്തിൽ നമുക്ക് കാണാം, മുന്നോക്ക സംവരണത്തിലും കാണാം. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് വളരെ പെട്ടെന്ന് ആ വോട്ടുകളെല്ലാം ഒഴുകിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ ഈ നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം, ഹിന്ദു സമുദായത്തിലെ വളരെ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളാണ് NSS-ഉം SNDP-യും. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ചെറിയ സംഘടനകളാണ്, ജനസംഖ്യ കുറഞ്ഞ പാർട്ടികളാണ്. ഈ രണ്ട് സമുദായ സംഘടനകളെ പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒഴുകിപ്പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് CPM കരുതുന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ഒഴുകിപ്പോയ വോട്ടുകൾ എന്തുകൊണ്ട് ഒഴുകിപ്പോയി എന്ന് പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഈ ചെയ്യുന്ന എക്സസൈസ് കൊണ്ട് ആ വോട്ടുകൾ തിരിച്ചു വരുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഉദാഹരണത്തിന് അമൃതാനന്ദമയ്യയുടെ കാലിൽ വീണിട്ടുണ്ട്, അമൃതാനന്ദമയ്യെ പോയിട്ട് കാൽ തൊട്ട് വന്ദിച്ചിട്ടുണ്ട് AK ആൻ്റണി. അന്ന് AK ആൻ്റണി വിമർശിച്ചവരാണ് ആര്? CPM. ഇന്ന് അതേ CPM-ൻ്റെ ഒരു മന്ത്രി അമ്മയെ പോയി ആശ്രയിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? സെയിം പ്രാക്ടീസ് ചെയ്യുകയാണ് ആ വോട്ട് ലഭിക്കാൻ വേണ്ടി. NSS-ഉമായി ഉള്ള എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്നുകൊണ്ട് NSS-ൻ്റെ സാന്നിധ്യം, ആഗോള അയ്യപ്പ സംഗമത്തിലെ സാന്നിധ്യം ആഘോഷിക്കപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ ക്ഷണക്കത്തിന് മറുപടി അഭിമാനപൂർവ്വം മന്ത്രി VN വാസവൻ വായിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചത് തന്നെ അദ്ദേഹം അയ്യപ്പ ഭക്തനാണ് എന്ന കാര്യത്തിലാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതെന്ന് പറയുന്നു. ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഈ പണി ചെയ്ത് ആ പോയ വോട്ട് തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ ഇതേ പണി ഇതിലും വൃത്തിയായി ഇതിലും മനോഹരമായി ചെയ്യാൻ BJP-ക്ക് അറിയാം എന്നുള്ളതാണ്. അമൃതാനന്ദമയെ ചുംബിക്കാനും അവരുടെ കാലിൽ വീഴാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സജി ചെറിയാന് കുറച്ച് വൈക്ലഭ്യം ഉണ്ടാകും, കാരണം അതൊരു ആൾ ദൈവമാണ് എന്നൊരു ബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഈ വൈക്ലഭ്യം ഒന്നുമില്ലാതെ BJP-ക്ക് അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ SNDP-യുമായി BJP നേരത്തെ തന്നെ ബന്ധത്തിലാണ്. അത് ഓൾറെഡി ഓൺഗോയിങ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. PDJS എന്നൊരു പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തപ്പെട്ട ബന്ധമാണ്. പരസ്യമായി അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. BJP-യുടെ കേരളത്തിലെ അജണ്ട എന്താണോ അത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുന്ന സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സ്വന്തം കാറിൽ കയറ്റി അയ്യപ്പധർമ്മ സംഗമത്തിലേക്ക് കൊണ്ടുപോയാൽ ഈ ഒലിച്ചുപോയ വോട്ട് തിരിച്ച് CPM-ലേക്കാണ് വരിക, അതല്ല കൂടുതൽ വോട്ടുകൾ BJP-യിലേക്കാണ് പോകുക എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM മാത്രമല്ല CPI-യും അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം അമൃതാനന്ദമയുടെ കാര്യത്തിലാണ്. ഇന്ന് അമൃതാനന്ദമയുടെ ജന്മദിനത്തിൽ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള ആ പെർഫോമൻസ്, അതിനെ വിമർശിച്ചുകൊണ്ട് കുറച്ച് CPM അണികൾ പോസ്റ്റൊക്കെ ഇട്ടത് ഞാൻ കണ്ടു. ഇപ്പോൾ P ജയരാജൻ്റെ മകൻ്റെ ഒരു പോസ്റ്റ് ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ചു. അതിൻ്റെ അടിയിൽ വന്നിട്ട് അതിലടിയിൽ വരുന്ന കമൻറ്റ്, സഖാക്കളുടെ കമൻറ്റ് വേറെ രീതിയിലാണ്. അത് മലബാറിൽ നിന്നുള്ള സഖാക്കളാണ്. അവർക്കറിയില്ല അമൃതാനന്ദമയി എങ്ങനെയാണ് ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത്, ആലപ്പുഴയിലും കൊല്ലത്തും എങ്ങനെയാണ് ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത് അറിയാത്ത സഖാക്കളാണ് അവരെ കടപ്പുറം സുധാമണി പോലുള്ള അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനടിയിൽ വന്ന് ചിലർ ചോദിക്കുന്നുണ്ട്, അവർ കടപ്പുറത്ത് ജനിച്ചതാണോ നിങ്ങളുടെ പ്രശ്നം, അവരുടെ OBC കാസ്റ്റിൽപ്പെട്ടതാണോ നിങ്ങളുടെ പ്രശ്നം, ചില തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. പാർട്ടിക്കകത്ത് തന്നെ ഇതിൻ്റെ ഈ എഞ്ചിനീയറിംഗ് കൃത്യമായി മനസ്സിലാകാത്ത സഖാക്കളുമുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ്, എന്തുകൊണ്ടാണോ ഈ വോട്ട് ഒലിച്ചു പോയത് അത് തിരിച്ചു കൊണ്ടുവരാൻ അതിന് വേണ്ട മരുന്നാണ് കൊടുക്കേണ്ടത്. അതിന് പകരം BJP വോട്ടാകർഷിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ അത് കൂടുതൽ വോട്ടുകൾ അങ്ങോട്ട് ഒഴിവാനെ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.